പട്ടിണി അകറ്റാനും ജീവിതം മെച്ചപ്പെടുത്താനും ലക്ഷ്യം വെച്ച് മധ്യ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിയ ജനത കേരളത്തിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. കേട്ടറിവ് മാത്രമുള്ള നാട്ടിലേക്ക് കുടുംബസമേതം കുടിയേറുമ്പോൾ അവർക്ക് കൈമുതലായി ഉണ്ടായിരുന്നത് മനോധൈര്യം മാത്രമായിരുന്നു. ആദ്യം വന്നവർ പിന്നീട് ബന്ധുക്കളെയും അയൽവാസികളെയും കൂട്ടിവന്നു. 1920കളിൽ തുടങ്ങിയ മലബാർ കുടിയേറ്റത്തിൽ ഏറെയും സുറിയാനി കത്തോലിക്കരായിരുന്നു. യുദ്ധവും ക്ഷാമവുമെല്ലാം പട്ടിണിയിലേക്ക് നയിച്ചപ്പോൾ മലബാറിലേക്കുള്ള കുടിയേറ്റത്തിന്റെ ഗതിവേഗം വർദ്ധിച്ചു. ഹൈന്ദവരും മുസ്ലിങ്ങളുമെല്ലാം കുടിയേറ്റക്കാരായി എത്തി. തിരിച്ചു പോകുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ തങ്ങൾക്കുള്ളതെല്ലാം വിറ്റുപെറുക്കിയാണ് എല്ലാവരും പോന്നത്. എന്നാൽ കാട്ടുമൃഗങ്ങളോടും വിഷകാരികളായ പാമ്പുകളോടും പടവെട്ടി മുന്നേറിയ അവരെ മലമ്പനി പോലെയുള്ള രോഗങ്ങൾ പലപ്പോഴായി തളർത്തിക്കളഞ്ഞു. ആശുപത്രി സൗകര്യങ്ങൾ കുറവായിരുന്നതിനാൽ അനേകം പേർ മരിച്ചു വീണു. ഇത്തരത്തിൽ താങ്ങും തണലുമില്ലാതെ ക്ലേശിച്ച ജനതയ്ക്ക് ആത്മീയവും ഭൗതികവുമായി നേതൃത്വം നൽകിയത് തലശ്ശേരി രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളിയായിരുന്നു. തലശ്ശേരി രൂപത സ്ഥാപിതമായപ്പോൾ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി 1953 ഡിസംബർ 31 വള്ളോപ്പള്ളി പിതാവ് പാലായിൽ നിന്ന് മലബാറിലെത്തി. പള്ളികൾ മാത്രമല്ല, സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങി ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഈ ഇടയന്റെ കീഴിൽ വൈദികർക്കൊപ്പം നാനാജാതി മതസ്ഥരായ ജനങ്ങളും ഒന്നിച്ചു നിന്നു. അവരുടെ ജീവിതം അടയാളപ്പെടുത്തുന്ന സ്മാരകമാണ് ചെമ്പന്തൊട്ടി ബിഷപ്പ് വള്ളോപ്പള്ളി സ്മാരക മ്യൂസിയം. തലശ്ശേരി അതിരൂപത 99 വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയ ഒരേക്കർ സ്ഥലത്താണ് മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു കത്തോലിക്ക മെത്രാന് സർക്കാർ ഒരുക്കുന്ന സ്മാരകം കൂടിയാണ് ഈ മ്യൂസിയം. കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, തിരുവിതാംകൂറിന്റെ ചരിത്രം, മറ്റ് ചരിത്ര സംഭവങ്ങൾ എന്നിവയെല്ലാം മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. മണ്ണിനെ പൊന്നാക്കാൻ പടവെട്ടിയ ജനതയ്ക്ക് നേതൃത്വം നൽകി അവരുടെ ആത്മീയ വഴികാട്ടിയായ കുടിയേറ്റക്കാരുടെ പിതാവ് മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളിയുടെ പൂർണ്ണകായ വെങ്കല പ്രതിമ മ്യൂസിയത്തിനു മുന്നിൽ റോഡരികിൽ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ബിഷപ്പ് വള്ളോപ്പള്ളി സ്മാരക കുടിയേറ്റ മ്യൂസിയം ജനങ്ങൾക്കായി തുറന്നു നൽകുമ്പോൾ ചരിത്രത്തിന്റെ നിർണായകമായ ഏടുകൾ പുതിയ കാലത്തേക്ക് കൂടി അനാവരണം ചെയ്യുകയാണ്.